നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറാകുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ല എന്നാണ് ഒടുവിലെ വിവരം. AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. LDFന്റെ ഭാഗമായി CPI നേതാവ് ആനി രാജയാണ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇവർക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കർണാടകയിലോ മറ്റോ ജനവിധി തേടിയേക്കും. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരുമിച്ച് കേരളത്തിൽ മത്സരിക്കില്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ഇന്ന് ഡൽഹിയിലെത്തും. ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട് മത്സരിക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ ആവശ്യം ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ നേതാവിനെതിരെ രാഹുൽ മത്സരിക്കുന്നത് ഉചിതമാകില്ലെന്നാണ് ചർച്ച. വയനാട് മണ്ഡലത്തിൽ MI ഷാനവാസ് ആയിരുന്നു നേരത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗശേഷമാണ് 2019 രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കും. ഷാനവാസുമായി അടുപ്പമുണ്ടായിരുന്ന KP നൌഷാദ് അലി വയനാട്ടിൽ മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിലുണ്ട്. MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, PM നിയാസ്, ആര്യാടൻ ഷൗക്കത്ത് എന്നിവരും സാധ്യതയുള്ളവരാണ്. രാഹുൽ ഇല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. UDFന് ഉറപ്പുള്ള മണ്ഡലമാണ് വയനാട്. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മോഹികൾ വയനാട് ലക്ഷ്യമിടുന്നത്. അതേസമയം ആലപ്പുഴയിൽ കാര്യങ്ങൾ മറിച്ചാണ്. 2019 UDFന് നഷ്ടമായ ഏക മണ്ഡലമാണ് ആലപ്പുഴ. ഇവിടെ ഇനിയും മത്സരിക്കാൻ ഷാനിമോൾ ഉസ്മാന് താല്പര്യമില്ലെന്നാണ് വിവരം. പാർട്ടിയിലുള്ളവർ തന്നെ പാലം വലിക്കുമെന്ന ആശങ്കയാണുള്ളത്. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് നിൽക്കുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നു. അവസാന നിമിഷം വരെ തീരുമാനങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കും. 2 വനിതകൾ, 2 ഈഴവ, 1 മുസ്ലിം എന്നിങ്ങനെയുള്ള സമവാക്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നന്ദി.